പണ്ടൊക്കെ മിക്ക വേലിപ്പടർപ്പിലും കണ്ടുകൊണ്ടിരുന്നൊരു പൂവാണിത്. അരിപ്പൂവ്, കൊങ്ങിണിപ്പൂവ്, വേലിപ്പരത്തി, അങ്ങനെ പല പേരിലും പല സ്ഥലത്തും അറിയപ്പെടുന്നുണ്ട്. വേലിപ്പടർപ്പുകളൊക്കെ മാറി മതിലുകളൊക്കെ വന്നപ്പോൾ പണ്ട് നമ്മൾ നാട്ടിൽ കണ്ടിരുന്ന ഈ ചുവപ്പ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഇത്തരം കൊങ്ങിണിച്ചെടികളെ ഇപ്പോൾ കാണാനില്ല. പകരം ഹൈബ്രിഡ് വെറൈറ്റീസാണ് പലരുടെയും വീട്ടുമുറ്റങ്ങൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച്. ഇതിൻ്റെ വേര് ചേർത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അകറ്റാനായിട്ട് ഉത്തമമാണ്. ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് നമുക്ക് സന്ധികളിൽ ഉണ്ടാകുന്ന വേദന ശമിക്കാനായിട്ട് നല്ലതാണ്. ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിക്കുന്ന ടീ, അതായത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിൻ്റെ ഒരു 4-5 ഇല ഇട്ട് തിളപ്പിച്ച് നമ്മൾ അങ്ങനെ എടുക്കുന്ന അതിൻ്റെ വെള്ളം നമ്മൾ കുടിക്കുന്നത് മലബന്ധം അകറ്റാനും അതുപോലെ വായ്പുണ്ണ് അകറ്റാനും ഒക്കെ ഏറെ നല്ലതാണ്. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന വെള്ളം കുടിച്ചാൽ നമുക്ക് സാധാരണ ഇടവിട്ട് കാണപ്പെടുന്ന പനി, ചുമ, ജലദോഷം, തലവേദന തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഒക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഉള്ളൊരു പ്രതിവിധിയായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല സ്ത്രീകളിലൊക്കെ കാണപ്പെടുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഇതിൻ്റെ വേരരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഇല അരച്ച് ആട്ടിൻപാലിൽ ചേർത്ത് കഴിക്കുന്നത് കുട്ടികളുടെ ദഹനക്കുറവ്, വിര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ മാറാനായിട്ട് നല്ലതാണ്. ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുള്ള, കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കീടനാശിനി ഗുണങ്ങളുള്ള ഈ ഒരു ചെടി ക്യാൻസർ, ത്വക്കിൻ്റെ ചൊറിച്ചിൽ, കുഷ്ഠരോഗം, ചിക്കൻ ബോക്സ്, 5-ാം പനി, ആസ്മ, അൾസർ അങ്ങനെ പല ചികിത്സയ്ക്കായിട്ടും പണ്ട് ഉപയോഗിച്ചിരുന്നു. ഈ ഒരു ചെടിയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് ആണ്. ഇത് നമ്മൾ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് വളർത്തി കഴിഞ്ഞാൽ, ഇത് വളർത്തുമ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വളർത്തണം. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ചെടി വളർന്നു വരാനായിട്ട്. അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മാത്രം മതി. നന്നായിട്ട് പൂവിടണം. വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ നന്നായിട്ട് പൂവുകളുണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പൂവും കൂടി ആയി നിൽക്കുന്ന ചെടി ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊതുകിനെ തുരത്താനായിട്ട് നല്ലതാണ്. കൂടുതലായിട്ടും കൊതുകിൻ്റെ ശല്യമൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ചെടികൾ വളർത്തി കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റം അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ കൊതുക് കടിച്ച ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഇലയുടെ നീരും അതുപോലെ തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് അത് സഹായിക്കും. പണ്ടൊക്കെ വേലിപ്പടർപ്പിലും അതല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലും ഒക്കെ പടർന്ന് വളർന്നിരുന്ന ചെടിയാണിത്. അപ്പോൾ പണ്ടൊക്കെ ഒരു ചുവപ്പ് അല്ലെങ്കിൽ ഒരു പിങ്ക് അങ്ങനെയൊക്കെ ഉള്ള കളറാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് നമുക്ക് നഴ്സറികളിൽ ഇതിൻ്റെ പല നിറത്തിലുള്ള പല വലുപ്പത്തിലുള്ള ചെടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വീടുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഗാർഡൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗുണങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ഒരു ചെടി ഇനിയും നിങ്ങൾ ഗാർഡനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയേക്കണേ.